യൂട്യൂബ് ചാനൽ. അപ്പം നമ്മളാണെങ്കിൽ ഇന്ന് മടവൂർ പാറയ്ക്ക് കാണും. പക്ഷെ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല. അറിയാമോ? ഇല്ല, നമുക്ക് പറഞ്ഞുകൂടാ. ആണെങ്കിൽ ഞങ്ങൾ അടുത്ത ബ്ലോഗുമായി എത്തുന്നതാണ്. അതെ, ഇപ്പൊ ഞങ്ങൾക്ക് വഴി മറന്നു പോകാതിരിക്കാൻ മാത്രമാണ് ഈ ഒരു ബ്ലോഗ്. അതെ, ഞാനല്ല. അതെ, ഓക്കെ ഓക്കെ. ഞങ്ങളുടെ അതിലേക്ക് അവിടെ ചെന്നിട്ട് മറ്റേ പച്ച അതിന് പർപ്പിൾ കളർ ഷർട്ട് ഇട്ടുകൊണ്ട് വന്ന ഗായ്സ്, ഈ പാട്ടാണ് നമ്മൾ ഉദ്ദേശിച്ചത്. ഗായ്സ്, ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ മഴയൊന്നും പെയ്തില്ല. ഇറങ്ങിയിട്ട് പോകാനായിരുന്നു. ഗായ്സ്, ഞങ്ങളിപ്പോൾ ബസ് സ്റ്റോപ്പിലാണ്. ഗായ്സ്, ഒരു ബസ് വന്നു കറക്റ്റ് അതേ സ്ഥലത്തോട്ട് പോകണേ. പക്ഷേ ഇതില്ലാത്തതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. പിന്നെ ഫോണൊന്ന് താഴെ വീണായിരുന്നു മിക്കവാറും. അതെ, നല്ല കിടില ശബ്ദത്തോടെയാണ് വീണത്. നാട്ടുകാരൊക്കെ വീണതേ ഉണ്ടായിരുന്നതൊന്നും അറിഞ്ഞില്ല. ഇപ്പം ഇനി കുറച്ചുകൂടെ കഴിയുമ്പോൾ അറിയാം എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്. കഴിവ് അനങ്ങാതിരിക്കും ഫോൺ. അങ്ങനെ ഞങ്ങളുടെ ബ്ലോഗ് ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കൊച്ചിന് പച്ചയൊക്കെ എടുക്കാനുള്ളതാണ്. അപ്പോൾ ഗൈസ്, ബസ് കയറിയിട്ടാണ്. ഞെട്ടിയോ? ഞെട്ടുമല്ല ഗൈസ്, അറ്റായിക്കായിരുന്നു വന്നത്. വേഗം എത്താൻ പറ്റുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് 1.5 മണിക്കൂർ കൊണ്ട് കറങ്ങി തിരിഞ്ഞ് എത്തിയതാണ്. പക്ഷേ കാണാത്ത സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുക. ഞങ്ങൾ ഇവിടുന്ന് 13 രൂപ പോയിട്ടാണ്. ഞങ്ങൾ വേഗം എത്തുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ ഇറക്കാൻ കണ്ടക്ടറിനോട് പറഞ്ഞിട്ട് എത്തിയിട്ട് കാണാം. ബൈ. എന്നിട്ട് ഇന്ന് ഞങ്ങളുടെ അടുത്ത ബസ്സിൽ കയറി. അങ്ങോട്ടേക്ക് 13 രൂപ പോയിണ്ടായിരുന്നു. ഗൈസ്, ഇവിടെ മൊത്തം കോണമാണ്. സ്ഥലങ്ങളാണ്. കാട്ടായി കോണം, പൗണ്ടിങ് കോണം, അങ്ങനെ നമ്മൾ നേരത്തെ ഇറങ്ങുന്ന ചെങ്കോട്ട് കോണം, എല്ലാം കോണം. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അബദ്ധം പറ്റി ഗൈസ്. പിന്നെ ഒരു ആൻറ്റീനെ കിട്ടിയിട്ട് കറക്റ്റായിട്ട് എത്തി. അളിഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഒറ്റമൈൻഡ് ബസ്സിന് ഞങ്ങള് ഇവിടെ ഇറങ്ങാൻ വേണ്ടി അപ്പുറത്തെ ഏതോ സ്റ്റോപ്പിൽ ചെന്ന് ചാടി ഇറങ്ങിയിട്ട് ഇപ്പൊ കറക്റ്റ് എത്തിയിട്ടുണ്ട്. എന്നിട്ട് ഞങ്ങൾക്ക് വഴിയൊന്നും മനസ്സിലായില്ല. പിന്നെ അങ്ങോട്ട് നടന്ന് കുറച്ച് ദൂരം ചെന്നിട്ട് ഒരു കടയിൽ ചോദിച്ചു. അങ്ങനെ അവർ അങ്ങോട്ട് കയറാനുള്ള വഴിയൊക്കെ കാണിച്ചു. ലാസ്റ്റ് ഞങ്ങൾ ആ വഴിയിട്ട് ഗൈസ് ഞങ്ങൾ പോകുന്ന വഴിയുണ്ട്. എൻ്റെ ഫോണിൽ തീരെ സാധിച്ചില്ലാത്തതാണ്. പിന്നെ എടുക്കാതിരിക്കുന്നത്. അതെ, എന്നാലും എനിക്ക് എല്ലാവരും കാണിക്കണം. 4 ആൾ കാണണം. മടവൂർ ടിക്കറ്റ് ഉണ്ടെന്നല്ലേ? ടിക്കറ്റ് ഉണ്ടോ അവിടെ? ആർക്കറിയാ? എഴുതണോ? അതിനകത്ത് എഴുതണം. പിന്നെ അതിൻ്റെ താഴെ തന്നെ നമ്മളൊരു രജിസ്റ്ററിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ പേരും ഡീറ്റെയിൽസും കൊടുക്കണമായിരുന്നു. അതൊക്കെ കൊടുത്തു. അങ്ങനെ ഗൈസ്, നമ്മളെന്തോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫൈനലി ഇനി സാഹസികത മാത്രം. അവിടെ ചെന്നതിൻ്റെ എക്സൈറ്റ്മെന്റിൽ ആദ്യം കണ്ട പാറയിൽ വലിഞ്ഞു പിടിച്ച് കയറുന്നുണ്ട്. കറക്റ്റ് വഴിയൊന്നും അറിയത്തില്ലെങ്കിലും ഞങ്ങൾ ഏതൊക്കെയോ വഴി കൂടെ കയറുന്നുണ്ടായിരുന്നു. അങ്ങനെ കയറിൽ പിടിച്ച് ഓരോരുത്തരായിട്ട് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞങ്ങൾ തമ്മിൽ പറയുന്നുണ്ട്. പക്ഷെ എന്തോന്ന് ഓർക്കുന്നില്ല. എന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ ഒരു കയറൊക്കെ പിടിച്ച് വന്നു. അതെ, നല്ലാണല്ലേ. അതൊക്കെ നല്ല ഇതുണ്ടല്ലേ. വീണോ ഒരു സ്റ്റെപ്പൊക്കെ ഉണ്ട്. നമ്മളത് വഴി കയറി പോവാല്ലേ. യെസ്, ഇത്തോടെ കയറി തുടങ്ങിയതാണ്. കുറേ ഉണ്ടെന്ന് തോന്നുന്നല്ലേ. അതെ, രണ്ട് സ്റ്റെപ്പ് കൂടെ കയറിയതേ ഉള്ളൂ. അതെ ഗൈസ്, നമ്മളങ്ങനെ ടോപ്പിലെത്തിയിരിക്കുന്നു ഗൈസ്. നമ്മൾ ആ വഴി കാണുന്നുണ്ടോ? ആ വഴിയാന്ന് തോന്നുന്നു വന്നത്. അയ്യാ വലിയ ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ട്. കുഴപ്പമില്ല, എന്തായാലും കൊള്ളാമല്ലേ. കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും മുകളിലെത്തിയിട്ടുള്ള വ്യൂ ഗൈസ് ഒരു രക്ഷയില്ലായിരുന്നു. മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ്. നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയാലോ? അല്ലേ വേണ്ട, വെറുതെ എന്തിനാ.
ഞങ്ങളുടെ സ്വഭാവത്തിന് പറ്റിയതൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. താഴോട്ട് പോകരുത്, പാറയിൽ എഴുതരുത്, അതിലെ പുകവലി പാടില്ല. 6 മണി വരെ ഉള്ളൂ ഇവിടെ. പാറയിൽ എഴുതരുതെന്ന് പറഞ്ഞപ്പോൾ കണ്ടോ ഗൈസ് മലയാളികളുടെ സ്വഭാവം. അതിന്റെ അടുത്ത് തന്നെ പാറയിൽ എഴുതി വെച്ചേക്കുന്നുണ്ടോ, കാണാവുന്ന കണ്ടു. അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലേ? ഇവിടെ ഇരിക്കല്ലേ. വളരെ മനോഹരമായി ഗൈസ് ഇവിടെ കുറെ വിസിറ്റേഴ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ചുമ്മാ ഗൈസ് ഇവിടെ കാര്യമില്ല, ഞങ്ങൾ ചെറിയ അത് കൊള്ളാല്ലേ, അവിടെ നിൽക്കണം. ആടിയ ചേട്ടൻ പൊട്ടിക്ക ചേട്ടനാന്ന് അനിയനാണ് ഗൈസ്. നല്ല ക്ലാസ്. അങ്ങനെ അവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പിന്നെ ഫോണൊക്കെ മാറ്റി വെച്ച് ഞങ്ങൾ കുറച്ച് നേരം ചില്ലടിച്ചിങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കുകയായിരുന്നു. അതിന് പിന്നെ ഞങ്ങൾ വന്നു, ഒരു സ്ഥലത്തിരുന്നു. പിന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ഗായിക ഉണ്ട്, അവളുടെ പാട്ട് ആസ്വദിക്കാതിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി ചായക്കടയിലോട്ട് പോവാണ്. പിന്നെ ഇനിയിപ്പോൾ കുറച്ച് ചായയും സൊറേ ആവാം. ചായ താഴെയാണ് ഗൈസ്. കൊള്ളാല്ലേ സെറ്റപ്പ്? അയ്യോ കഴിക്കുന്നതിനും കൊള്ളാമോ? കാണാൻ കൊള്ളാം. പുറത്തുനിന്ന് കാണുന്നതിനേക്കാളും ഭംഗിയായിരുന്നു ചായ കുടിക്കുന്നിടത്തുനിന്ന് ആ വ്യൂ കാണാൻ. അങ്ങനെ പിന്നെ ചായയൊക്കെ വന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചായയുടെ ബാക്കി ഉണ്ടായിരുന്ന പഴംപൊരിയൊക്കെ കഴിച്ചു. നമ്മൾ ചായയൊക്കെ കുടിച്ചിട്ട് ഇറങ്ങി. അതെ, ചായ കുടിച്ചപ്പോൾ തന്നെ എല്ലാം ഓക്കെ ആയി. അവിടെ ഒരു പച്ചപ്പ് ഹരിതാപയുള്ള ഒരു ഫോട്ടോ ഒക്കെ കിട്ടി. പിന്നെ ഫോട്ടോ എടുപ്പായിരുന്നു ഗൈസ്. ഞങ്ങളിപ്പോൾ ഒരു ബാമ്പുവിൻ്റെ പാലത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇതിന് വണ്ടിയില്ലേ വന്ന വഴി ഉണങ്ങിയൊക്കെ ഇരിക്കുന്നതാ. പൊട്ടി താഴെ അതിനൊക്കെയുള്ള ഇനിയുണ്ടോ കുറച്ചുള്ളൂ ഇനി. അങ്ങനെ തന്നെ അവിടെ മുള കൊണ്ടുള്ളൊരു ബ്രിഡ്ജിൽ കൂടെ ഒക്കെ കയറി ഞങ്ങൾ നെക്സ്റ്റ് വ്യൂ പോയിന്റ് എത്തി. അവിടുന്നും വ്യൂ ഒക്കെ രക്ഷയില്ലായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ഇരുന്ന് ഞങ്ങൾ കുറെ ഫോട്ടോ ഒക്കെ എടുത്തു. നല്ലൊരു വൈബ് പ്ലേസ് ആയിരുന്നു, അവിടെ കൊള്ളായിരുന്നു. കണ്ടോ ഇവിടെ നിന്ന് ബാക്ക് ക്യാമറ അത്ര കണ്ടോ ഒന്നും കാണുന്നില്ലേ. പക്ഷെ മഞ്ഞ് നിൽക്കുന്ന പോലെ ഒരു ഫീലില്ലേ? ഓ അവിടെ കണ്ടൊരു റോഡൊക്കെ ഉണ്ട്. പോട്ടെ. ഞങ്ങളിപ്പോൾ ഏറ്റവും ടോപ്പിലാണ് നിൽക്കുന്നത്. നമ്മൾ അങ്ങനെയൊക്കെയാണ്. ഇവിടെ അങ്ങ് ഇരുന്നിട്ട് നിരങ്ങി അങ്ങ് പോയാലോ. തിരിച്ചിറങ്ങുന്ന വ്യൂ രക്ഷയില്ലായിരുന്നു, കൊള്ളായിരുന്നു, നൈസായിരുന്നു. ഞങ്ങൾ പോവാകുന്നു ഗൈസ്. ഫോൺ താഴെ വീണതിൻ്റെ ആണോ അതോ ചൂടായതിൻ്റെ ആണോ എന്നറിയാൻ വയ്യ. ആ വീഡിയോ എടുക്കുമ്പോൾ ചെറിയൊരു സ്റ്റക്കുണ്ട്. ഞങ്ങൾ എഡിറ്റ് ചെയ്തപ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. തിരിച്ചിറങ്ങുന്ന ടൈം ഒരു സൺസെറ്റ് ടൈം ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ആണോ എന്ന് അറിഞ്ഞൂടാ. സൺസെറ്റ് പൊതുവെ നല്ല ഭംഗിയാണല്ലോ, അതിൻ്റെ കുറച്ചുകൂടെ ഭംഗിയായിട്ട് നല്ല വ്യൂ ഒക്കെ കിട്ടി. വൈബ് അടിച്ച് അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞങ്ങൾ തിരിച്ചു. എൻ്റെ ഫോണിൽ 1%
അത് തീരുന്നതിന് മുമ്പ് എങ്ങനെയൊക്കെ എത്താം. ബൈ ബൈ. അതെ, നിന്നൊക്കെ പേടിയില്ല, എൻ്റെ അമ്മക്കാണ് പേടി നീ വരുന്ന കാണുമ്പം. അവള് സക്സസ്ഫുള്ളി വന്നിരിക്കുന്നു. എൻ്റെ വീഡിയോ ആരും കാണണ്ട. ഓക്കെ, യെസ്, നമ്മളും കണ്ടു മലനിരല്ലോ പാറുന്നില്ല. ഒരു മിനിറ്റ്, വേറൊരു പാട്ടുണ്ട്. വരൂ വരൂ വരൂ, നമ്മൾ ഇറങ്ങുകയാണ് ഗൈസ്. നമ്മൾ കയറി വന്നപ്പോൾ ഇവിടെ എഴുതി വെച്ചാൽ മാത്രം മതിയിരുന്നെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഒന്നുമില്ല. ഒറിജിനൽ പാറയുടെ ഇടയിലുള്ളതാണെന്ന് തോന്നുന്നു. നമ്മൾ തിരിച്ചിറങ്ങിയിരിക്കുന്നു. ഗൈസ് കമോൺ. എന്നിട്ട് നേരെ ഹോസ്റ്റലിൽ പോകാൻ എന്തായാലും ഞങ്ങൾ ചെറുതായിട്ട് പ്ലാൻ ഒന്ന് മാറ്റിയിട്ട് വീണ്ടും ഒരു ഒറ്റമൈൻഡ് കളിച്ചിട്ട് ഞങ്ങൾ നേരെ ഇവിടെ അടുത്തുള്ളൊരു ലൈറ്റ് ബ്രിഡ്ജ് വന്നു. ഇതിപ്പോൾ 2-3 ദിവസം ആയതേ ഉള്ളൂ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ട്. ഞങ്ങൾ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയത്. ഒരു രക്ഷയില്ലായിരുന്നു, കൊള്ളായിരുന്നു. പിന്നെ അവിടുന്ന് വണ്ടിയൊക്കെ വരുന്നതിൻ്റെ ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉണ്ട്. പിന്നെ അവിടെ ഞങ്ങൾ ഒരു ഗ്രഹത്തെ കണ്ടു. ഓണത്തിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു പുട്ട് വെച്ചത്. അങ്ങനെ പിന്നെ ഞങ്ങൾ നടക്കുന്നതനുസരിച്ചൊന്നുമല്ല കേട്ടോ, അവിടെ ലൈറ്റ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതനുസരിച്ച് കളറൊക്കെ വരുന്നുണ്ടായിരുന്നു. പച്ച, നീല, ചുമപ്പ്. എൻ്റെ ഫോണൊക്കെ സ്വിച്ച് ഓഫ് ആയി. ട്രിപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു പാർവതി? എന്തിന് ഓക്കെ, ലൊക്കേഷൻ കണ്ടപ്പോഴത്തെ ഒരു ആക്രാന്ത ഭൂതവന്റെ ഫോണൊക്കെ പാറക്കടയിൽ കൊണ്ട് ഇട്ട് കൊടുത്തു. അതെങ്ങനെ ഓ, പക്ഷെ വീണില്ല. പിന്നെ ഞങ്ങൾ വന്നിട്ട് ലൈറ്റ് ബ്രിഡ്ജ് കാണാൻ പോയി. അവിടെയും ഞങ്ങൾ, അതാണ് ഞങ്ങൾ എല്ലാം തുടക്കം അങ്ങനെയാണെങ്കിലും പിന്നെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു സുഖമുള്ളൂ അല്ലേ? നാറായം വേണം. അതെ അതെ, കമന്റ് അടുത്ത ലൊക്കേഷൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ. ഇത് ഞങ്ങളുടെ ഫസ്റ്റ് വ്ലോഗാണ്. അങ്ങനെ കൃത്യമായിട്ട് എങ്ങനെ എടുക്കണം എന്നൊന്നും അറിയത്തില്ല. കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, കുറേ ഗൈസിലേക്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും. അതൊക്കെ ഇഗ്നോർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. ഓക്കെ.